രാവിലെ തന്നെ നീച്ച് പല്ലേപ്പും ചായയുടെയൊക്കെ കഴിഞ്ഞാറുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ പറങ്കിയാൻ്റെ തൊട്ട് വന്നിട്ട് അണ്ടി പുറക്കി ഇങ്ങനെ പോണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടൊന്ന് ഞാനും കുറച്ച് പറങ്കിയാങ്ങ പറിച്ചായിട്ട് പറങ്കിയാങ്ങനോട് ബുളുബുളു മിഠായി ഉണ്ടാക്കട്ടെ എന്ന്. അങ്ങനെ നേരെ പറങ്കിയാൻ്റെ ചോട്ടിലേക്ക് പോയിട്ട് ഇതാ പറങ്കിയാങ്ങ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ചിട്ടോ. തൊടുമ്പോത്തിന് അങ്ങോട്ട് കജ്ജി പോരുന്ന ജാതി ഇട്ടോ. നല്ലോണം പോത്ത് ഉളുമ്പീണേ. ബുളുബുളു മിഠായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുക അറിയില്ല. പല്ലുമ്മൽ ഇട്ട മിഠായി ഇല്ലേ, അതാണ് കേട്ടോ. നല്ലോണം പോത്ത് നീരുള്ള ജാതി പറങ്കിയാങ്ങായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയത്. ചുവപ്പും പച്ചയും ഓറഞ്ചും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു കളറായിട്ട് ഇതിമേ ഉള്ളത് പറങ്കിയാങ്ങ. ഇച്ച് കജ്ജോണ്ട് കിട്ടുന്നിടത്തുള്ളതൊക്കെ ആദ്യം ഞാൻ തന്നെ നീണ്ടരിഞ്ഞായിട്ട് പറിച്ചുണ്ടാക്കിട്ടോ. ഇതായിട്ട് നോക്കിയാണ് എന്തോ ഒരു ചൊറുക്കുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കജ്ജോണ്ട് കിട്ടുന്നിടത്തുള്ളതൊക്കെ പറിച്ച് കഴിഞ്ഞാൽ നേരെ അഞ്ചൻ്റെ കജ്ജയ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന ഒരു പൊടണിൻ്റെ ഇല വന്ന് 2-3 പൊടണിൻ്റെ ഇല അങ്ങോട്ട് പറിച്ചിട്ടോ. അങ്ങോട്ട് പിന്നെ അതിലേക്ക് വെച്ചെടുത്ത് എന്നാൽ പിന്നെ അതിലവിടെ ഒതുങ്ങി നിന്നോളിട്ടോ. പിന്നെ ഞാൻ കുറേ നീണ്ടരിഞ്ഞായിട്ട് ഇതൊക്കെ പറിച്ചുണ്ടാക്കിട്ടോ. പറച്ചലൊക്കെ കഴിഞ്ഞാൽ ഒടുവിന് ഇതാ തായാണ്ടത്തെ കുറച്ച് വീണുണ്ടായിട്ടോ. അപ്പം പോയിട്ട് പൊറക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തുമെന്നും നമ്മളിത് അണ്ടി ഇങ്ങോട്ട് ഇരിയാലും എടുത്തിട്ടോ. അണ്ടി ഇരിഞ്ഞാട്ട് ചുട്ടുന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുറേ ചുട്ട് തിന്നുണ്ടായിന്. അന്നാണെങ്കിൽ മുറ്റത്ത് തന്നെ ഒരു പറങ്കിയാവും ഉണ്ടായിന്. അതിമേ കയറി കൂത്തം മറലേനി ഇങ്ങോട്ട് ആട്ടും കെട്ടും. അങ്ങനെ പറങ്കിയാങ്ങൻ്റെ അണ്ടി മുഴുവൻ ഇരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അണ്ടി അവിടെ വെച്ചായിട്ട് ഞാൻ പെരേക്ക് പറങ്കിയാങ്ങ കൊണ്ട് പോന്നിട്ടോ. പെരയിലെത്തിയാട്ട് തന്നെ ഇതാ കൂട്ടത്തിൽ കയറ്റം പോത്ത് പറങ്കിയാങ്ങ നോക്കിയാട്ട് ഒന്നിങ്ങോട്ട് കജ്ജയിലെടുത്ത് വെച്ചേക്ക് ഇങ്ങനെ തൊള്ളയിലിട്ട് ഈമ്പിട്ടോ. നല്ല രസം ഇട്ടോ ഇത് തിന്നാൻ വേണ്ടിയിട്ട്. നല്ല നീരുള്ള ജാതി പറങ്കിയാങ്ങ കേട്ടത്. നല്ല മധുരം ഉണ്ട് കേട്ടോ തിന്നാൻ വേണ്ടി. ഏതായിട്ട് ഞാൻ മുഴുവൻ തിന്നിട്ടോ. അങ്ങോട്ട് പിന്നെ നേരെ ഒരു തേങ്ങ എടുത്തായിട്ട് തേങ്ങ പൊളിച്ച് വെട്ടി പിന്നെ നമ്മളെ പറങ്കിയാങ്ങ മുഴുവൻ നല്ലോണം തേച്ചോറി നന്നാക്കിയിട്ട് ചേക്ക് നടും ഇങ്ങനെ കീറിട്ടോ. അപ്പോൾ അതിന് താറാവളം അവിടെ പാഞ്ഞെത്തിയായിട്ടൊക്കെ തിന്നാളത്താണെന്ന് വിചാരിച്ചായിട്ട് അപ്പോൾ ഞാൻ ഐറ്റങ്ങളൊന്നും നൊണിപ്പിച്ചായിട്ടിട്ടോ. പിന്നെ നമ്മളെ പറങ്കിയാങ്ങനെ നീരൊക്കെ ഒരു കുണ്ടൻ പാത്രത്തേക്ക് ചേക്ക് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടോ. ഒരു പറങ്കിയാങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം നീരും തേനും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കുത്തിരുന്നാട്ട് മുഴുവൻ ഇച്ചേക്ക് നല്ലോണം നെക്കി പിഴിഞ്ഞുണ്ടാക്കിട്ടോ. ഇത് കണ്ടോ നിങ്ങൾ എന്തോ ഒരു മട്ടത്തിലാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ നീരിങ്ങോട്ട് വരുന്നത് നോക്കിയാണ് നിങ്ങൾ നല്ലോണം വരുന്നുണ്ട് കേട്ടോ. ഒടുവിന് അത് ഫുള്ള് നക്കി പിഴിഞ്ഞുണ്ടാക്കിയപ്പോൾ തന്നെ നമ്മളെ കുണ്ടൻ പാത്രം നിറച്ച് നീര് കിട്ടിയിട്ടോ. നമുക്ക് പറങ്കിയാങ്ങ മുഴുവൻ ലാസ്റ്റ് ആ നീരൊക്കെ പോയിട്ട് ചേക്കായിട്ടോ. പിന്നെ ഞാൻ നേരെ കുപ്പയെ കൊണ്ടുപോയിട്ടെടുത്തേ. അപ്പോൾ അതിന് താറാവ് അതിമേലെത്തിട്ടോ തിന്നാൻ. പിന്നെ നേരെ കജ്ജും കക്കിയായിട്ട് അടുപ്പത്ത് തിരിച്ചെത്തിച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ചക്ക കൂട്ടാൻ വേണ്ടായിട്ടോ. അവിടെ ബന്ധോട്ടെ ചേർച്ചായിട്ട് ആ അടുപ്പത്തും തിരിച്ച് കുറച്ച് കടടുത്തായിട്ട് അപ്പുറത്തെ അടുപ്പിൽ നല്ലോണം തിരിച്ചു കൂട്ടിട്ടോ. തിരിച്ചൊന്ന് ആളി പിടിച്ച് കത്തി വന്നപ്പോൾ തന്നെ ഞാൻ എന്താ ചീഞ്ചട്ടി അങ്ങോട്ട് തീമക്കച്ച് ഓലോടെയൊക്കെ ഇങ്ങോട്ട് നല്ലോണം മൂട്ടിക്കാക്കി എടുത്തിട്ടോ. പിന്നെ നമ്മൾ ചട്ടി കുറച്ചൊന്ന് ചൂടായി വന്നപ്പോൾ ഇതായിക്ക് നമ്മളെ പറങ്കിയാങ്ങ നീരില്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ ചേക്ക് പാർന്നു കൊടുത്തിട്ടോ. ചീഞ്ചട്ടിൻ്റെ പകുതിക്ക് പകുതി ഉണ്ട് കേട്ടോ നീര്. പിന്നെ നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചതിന് തേങ്ങ ഒക്കെ ചേരണ്ടി ഉണ്ടാക്കിട്ടോ. പിന്നെ നമ്മൾ ഓരോ ശർക്കരയാണ് എടുത്തിട്ട് ഇതായിക്ക് ഇങ്ങനെ വെച്ചെടുത്തിട്ടോ. പറങ്കിയാങ്ങ നീർക്ക് നല്ലോണം തിരിച്ചും കത്തിച്ചിട്ടോ. അങ്ങനെ ഒരു 4-5 ആണ് ശർക്കര ആയി കിട്ടിട്ടോ. ഇനി ശർക്കര കൈ കടന്നിട്ട് നല്ലോണം തളിച്ച് മറിഞ്ഞ് ഇങ്ങനെ ഉരുക്കി വരണട്ടോ. അതുവരെ നമ്മൾ ഇളക്കിയും കൊടുക്കണം കേട്ടോ. ഇളക്ക് തന്നെ. അങ്ങനെ കുറച്ച് നേരം തിരിച്ചൊക്കെ കത്തിച്ചപ്പോൾ തന്നെ ശർക്കര ആണൊക്കെ നല്ലോണം തളിച്ച് മറിഞ്ഞ് ഉരുക്കി വന്നിട്ടോ. അങ്ങോട്ട് പിന്നെ ഇങ്ങനെ ചേക്ക് വട്ടത്തിൽ ഇളക്കി എടുത്ത് ഞാൻ ഇങ്ങനെ ഇളക്കലാണ് കേട്ടോ നമ്മളെ പരിപാടി. ഇളക്കി ഇങ്ങനെ കുറുകി വരണം കേട്ടോ. കുറച്ചൊന്ന് കുറുകി വന്നപ്പോൾ പിന്നെ ഞാൻ